സഹപാഠികൾ കൊതുങ്ങിക്കൊടുത്തിരുത്തേണ്ടതാ, വലിപ്പത്തരം പറയുന്നതും ഒഴിക്കേണ്ടതാ. ചോദ്യം ലഭിക്കാതുള്ള മറുപടി ഹാസ്യമാ, അതു ചോദ്യമിൽ കവിയുന്നതും ഒരു മോശമാ. മറുപടി കൊടുക്കൽ എപ്പോഴും ശ്രദ്ധിക്കണം, സംസാരമെല്ലാം തീർത്ത് കേട്ടിട്ടാകണം. അതുപോലെ സത്യം ചെയ്യലും തടയേണ്ടതാ, പരമാർത്ഥമായാൽ തന്നെയും ത്യജിക്കേണ്ടതാ. അധ്യാപകൻ അടിച്ചാൽ ക്ഷമിച്ചിരിക്കേണ്ടതാ, ക്ഷമ വിട്ട നിലവിളിയാൽ മതിപ്പുതകർന്നതാ. ഭീരുത്വമുള്ള സ്വഭാവമാണിത്, മാറ്റണം എന്നൊക്കെയും ഉപദേശമായി നീ നൽകണം. അനുരാഗഗാനം പ്രേമലേഖനമൊക്കെയും തടയേണ്ടതാണ്, അതിനുള്ള മാർഗം തന്നെയും. ഈ രീതിയിൽ പ്രായം തികഞ്ഞാൽ പിന്നെ കാര്യം ശരിക്കും അവർക്കുണർത്തുക തന്നെ. കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് ശക്തി ലഭിക്കണം, ആരാധനക്കത് കൊണ്ട് കഴിവുണ്ടാകണം എന്നുള്ള തത്വം അവരെ നീ ധരിപ്പിക്കണം. തിന്നുന്നതും അത് കൊണ്ട് അമരായി മറിയണം. ഈ ലോകവും അതിലുള്ള ആർഭാടങ്ങളും, നശിക്കുന്നതും മരിക്കുന്നതാണ് ജനങ്ങളും. വസിക്കുന്ന ഭവനം ചൂണ്ടി അവരെ നീ കാട്ടണം, അതിൽ നിന്ന് മരണപ്പെട്ട പലരെയും എണ്ണണം. ചിന്തിച്ച് നോക്കുക മക്കളെ, അവരൊക്കെയും ഭരണം നടത്തി ഒഴിഞ്ഞതാണിവയൊക്കെയും. നടക്കുന്ന ഭൂമിയിൽ എത്ര ചുവടുകളുണ്ട്, ചുവടിൻ്റെ അടിയിൽ ചുവട് നിരവധിയുണ്ട്. രാജാക്കളും അതിലുണ്ട്, മന്ത്രികളുണ്ട്, രണവീരരുണ്ട്, പ്രഭുക്കളും പലരുണ്ട്. യുവാക്കളും അതിലുണ്ട്, യുവതികളുണ്ട്, മാതാപിതാക്കളും എത്രയോ അതിലുണ്ട്.